റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടിമയും ഉടമയും തമ്മിലുള്ള സംഭാഷണമാണ് നിസ്കാരം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ മഗ്രിബിന് നമ്മൾ പറഞ്ഞല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഞാനും നിങ്ങളും ഇമാമൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി തന്നിട്ടുണ്ട്. എന്താ മറുപടി? ഹമിദനി അബ്ദി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അല്ല മറുപടി പറഞ്ഞു. അല്ല അത് കേട്ടു. അല്ല മറുപടി പറഞ്ഞു, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ-റഹ്മാൻ റഹീം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്താണ്? അസ്ന അലയ്യ അബ്ദി. അർ-റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അവന് പരമകാരുണ്യകനാണ്, കരുണാനിധിയാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അസ്ന അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഹമിദ എന്ന് പറഞ്ഞാൽ സ്തുതിച്ചിരിക്കുന്നു, അസ്ന പറഞ്ഞാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു, സനാവ് പറഞ്ഞിരിക്കുന്നു. എന്റെ റബ്ബ് റഹ്മാനാണ്, റഹീമാണ് എന്ന് എന്റെ അടിമ മനസ്സിലാക്കിയിരിക്കുന്നു, അവനത് ഉദ്ഘോഷിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം പറയുന്നു, പുകഴ്ത്തിയിരിക്കുന്നു എന്ന് റബ്ബ് പറയുന്നു. എന്നിട്ടോ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു, മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്റെ മഹത്വം പറഞ്ഞിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഞാനും നിങ്ങളും പറഞ്ഞപ്പോ എന്താ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ? ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയാണ്. വിശുദ്ധ ഖുർആന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, വിശുദ്ധ ഖുർആനിന്റെ എല്ലാ കാമ്പും അതിന്റെ സത്തയെല്ലാം സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ആണെന്നാണ് എൻ്റെ ഓർമ്മ. സൂറത്തുൽ ഫാത്തിഹയിൽ, വിശുദ്ധ ഖുർആന്റെ 114 സൂറത്തിലെ മുഴുവൻ സത്തയും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലെ മുഴുവൻ സത്തയും കിടക്കുന്നത് എവിടെയാണ്? ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള വാക്കിലാണ്, അല്ലെങ്കിൽ ആ ആയത്തിലാണ്. അപ്പൊ ഇയ്യാക നഅബ്ദു വ ഇയ്യാക, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. എന്റെ പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും സഹായതേട്ടങ്ങളും ആവലാദികളും വേവലാദികളും പടച്ചോനെ ഞാൻ നിന്നോട് മാത്രമേ വരുള്ളൂ. എനിക്കൊരു ജാറത്തിങ്കിലോ അതേപോലെ തന്നെ ഒരു കബറിങ്കിലോ ബദരീങ്ങളെയോ ഹുദീങ്ങളെയോ അല്ലെങ്കിൽ ഒരു മഹാനെയോ ഒരു ബീവിയെയോ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു തങ്ങളെടുത്ത് പോയി ചരടേട്ടോ ഒരാവശ്യമില്ല റബ്ബേ, നിന്നോട് മാത്രമേ പറയുള്ളൂ. ഒരു ജിന്നിന്റെയോ ഒരു മലക്കിന്റെയോ അല്ലെങ്കിൽ ആരാകട്ടെ എന്റെ പ്രാർത്ഥനകളും എന്റെ വഴിപാടുകളും നേർച്ചകളും എല്ലാം ഇബാദത്തിന്റെ ഗണത്തിൽപ്പെടുന്ന എന്തുണ്ടോ അത് നിനക്ക് മാത്രമാണ് റബ്ബേ എന്ന് ഓരോ 5 വക്ത നമസ്കാരത്തിലും 2, 3, 4, 5 തവണ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. സുന്നത്ത് നമസ്കാരങ്ങളായിക്കൊണ്ട് അല്ലാതെ. ഇത് പറയുമ്പോൾ അല്ലാഹ് പറയുന്നത് ഹാദാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മാ സഅൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതാണ് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള ഖറാർ. അതാണ് ഹാദാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മാ സഅൽ. ഇതാണ് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള ഖറാർ. അതുകൊണ്ട് എന്റെ അടിമക്ക് ഞാൻ ഇന്ന് ചോദിക്കുന്നതെല്ലാം കൊടുക്കും. ഓന്റെ കരാറ് പുതുക്കിയിരിക്കുന്നു. അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത് ഇബാദത്തിന് വേണ്ടിയിട്ടാണ്. ആ ഇബാദത്ത്, ആ കരാർ അവൻ പൂർത്തീകരിച്ചു. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഈ ഒരു കോലത്തിൽ ഈ പറയുന്നതിന്റെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന്റെ അർത്ഥം ഇതാണ്. എന്റെ റബ്ബ് മറുപടി പറയുന്നു, അർ-റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് മനസ്സിൽ അർത്ഥം കൊണ്ടുവന്നുകൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് മറുപടിയായി ഇന്നത് പറയുന്നു. എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള കരാർ ബന്ധം ഇതാണ്, അവനിത് പുതുക്കിയിരിക്കുന്നു. ഇനി വലി അബ്ദി മാ സഅൽ, എന്റെ അടിമ ചോദിക്കുന്നതെല്ലാം ഇനി അവന് ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കണം എന്താണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചോനെ സിറാത്തുൽ മുസ്തഖീമിൽ അണിചേർക്കണേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും മാർഗത്തിലാണ് എന്നെ വഴി ചേർക്കേണ്ടത്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. പടച്ചോനെ ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലല്ല, ജൂത വഴിപിഴച്ച അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ശാപകോപത്തിന് പാത്രീഭൂതരായിട്ടുള്ള ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലല്ല, അംബിയ ഔലിയാക്കന്മാരുടെ സലഫ് സ്വാലികളുടെ മാർഗത്തിലാണ് എന്നെ വഴി നടത്തേണ്ടത്. അവിടെയാണ് ഫാത്തിഹ കഴിയുന്നത്. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യണം, ആമീൻ പടച്ചോൻ സ്വീകരിക്കണേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത് എന്റെ അടിമക്കുള്ളതാണ്, ഓൻ ചോദിച്ചാൽ ഞാൻ കൊടുക്കും. ഇങ്ങനെ 5 വക്ത് സഹോദരന്മാരെ ഒരു ദിവസം 17 പ്രാവശ്യം പറയുന്നൊരു മനുഷ്യൻ വലാലത്തിലായി പോകും.